സൗഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമായ വിഷുവിന് സൂര്യോദയത്തിന് മുമ്പ് കണി കാണുന്ന മംഗളകരമായ വസ്തുക്കളെ ആശ്രയിച്ചാണ് തുടർന്നു വരുന്ന വർഷത്തെ ഭാഗ്യനിർഭാഗ്യവും നന്മ എന്നും പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ചു പോരുന്നു. ഈ വർഷത്തെ വിഷുക്കണി കാണാനുള്ള ശുഭസമയം പുലർച്ചെ 5:06 മുതൽ 5:55 വരെ ബ്രാഹ്മമുഹൂർത്തത്തിനാണ്. എന്തായാലും ഉദയത്തിന് മുമ്പ് കണി കണ്ടിരിക്കണം. വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടത് എന്ന് ഞാൻ പറയാം. തേച്ച് വൃത്തിയാക്കിയ നിലവിളക്ക് വേണം കണിക്ക് ഉപയോഗിക്കുവാൻ. ഓട്ടുരുളിയിൽ കണി ഒരുക്കണം. ഇതിൽ പകുതിയോളം ഉണക്കലരിയും നെല്ലും ഇടുക. അതിനുശേഷം നാളികേരം മുറിവെക്കണം. സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരി വേണം ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയാണ് പിന്നീട് വയ്ക്കേണ്ടത്. ഇത്രയുമായാൽ വാൽക്കണ്ണാടി വയ്ക്കാം. ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക്. ശ്രീകൃഷ്ണ വിഗ്രഹം ഇതിനടുത്ത് വയ്ക്കാം. തൊട്ടടുത്തുള്ള താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വയ്ക്കണം. കുങ്കുമച്ചിപ്പും കൺമഷിക്കൂട്ടും ഇതിനോടൊപ്പം വയ്ക്കുന്നവരുണ്ട്. നാണയത്തൊട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പം വയ്ക്കണം. പച്ചക്കറി വിത്തുകൾ വയ്ക്കുന്നതും നല്ലതാണ്. ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ച് വയ്ക്കണം. ശ്രീകൃഷ്ണൻ്റെ പ്രതിമ തുളസിമാല ചാർത്തിയും മയിൽപ്പീലി, ആടയാഭരണങ്ങൾ എന്നിവ വെച്ച് അലങ്കരിക്കാം. ഇതിനുവേ രാത്രി തയ്യാറാക്കുന്ന വിഷുക്കണി പിറ്റേ ദിവസം രാവിലെ ഉദയത്തിന് മുമ്പ് കണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് കണി കണ്ടതിനു ശേഷം വിഷുക്കൈനീട്ടം ആര് നൽകണം? വിഷുക്കണി കണ്ടു കഴിഞ്ഞ് വിഷുക്കൈനീട്ടം നൽകാം. ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്നും കണിക്കൊന്നയും ചേർത്ത് ഒരു നാണയം ഗൃഹനാഥനെയോ നാഥയോ എല്ലാവർക്കും നൽകുന്നതാണ് വിഷുക്കൈനീട്ടം. കണി കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ വർഷം സമൃദ്ധം ആകട്ടെ എന്ന അനുഗ്രഹത്തോടെ വിഷുക്കൈനീട്ടം കൊടുക്കുകയാണ് വേണ്ടത്. പ്രായത്തിൽ മുതിർന്ന എല്ലാവരും കൈനീട്ടം തരാൻ യോഗ്യരാണ്. കൈനീട്ടം ലഭിക്കുന്ന നാണയം അടുത്ത ഒരു വർഷം ബാഗിലോ പേഴ്സിലോ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കൈനീട്ടം വാങ്ങിയാൽ മാത്രം പോരാ, പ്രായം കൊണ്ടും സാമ്പത്തിക സ്ഥിതി കൊണ്ടും നമുക്ക് താഴെയുള്ളവർക്ക് കൈനീട്ടം കൊടുക്കുകയും വേണം.